Hi guys, welcome to VLane Study Platform. First News GS Paper 2 Polity related article ആണ് Tension at Srisailam Nagarjuna Sagar. So context Interstate Water Dispute ആണ്. So എന്താണ് ഈ ഒരു ന്യൂസ് വരാനുള്ള റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണ റിവർ ഒഴുകുന്ന രണ്ട് സ്റ്റേറ്റുകളാണ് തെലുങ്കാനയും ആന്ധ്രാപ്രദേശും. ഈ ഒരു കൃഷ്ണ റിവറിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പ്രോജക്ട്സ് ഉണ്ട്. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീശൈലം ഡാം ഉണ്ട്, ഒപ്പം തന്നെ നാഗാർജുന സാഗർ പ്രോജക്റ്റ് ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തെലുങ്കാന ഗവൺമെൻറ് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തു. ഈ ഓർഡറിൽ എന്താണ്, ഈ ഒരു കൃഷ്ണ റിവറിൻ്റെ ആ ഒരു കോഴ്സിനെ ഡൈവേർട്ട് ചെയ്യുന്ന ഓർഡർ ആയിരുന്നു. സോ ഈ റിവറിനെ ഡൈവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു റിസർവോയറിൽ എത്തിച്ചിട്ട് എന്ത് ചെയ്യുക, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുക. ഇങ്ങനെ തെലുങ്കാന ഈ ഒരു റിവറിനെ ഡൈവേർട്ട് ചെയ്യുകയാണെങ്കിൽ, ഒപ്പം തന്നെ നമുക്കറിയാം ഈ റിവർ ഒഴുകുന്ന മറ്റൊരു സ്റ്റേറ്റ് ആണ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഇറിഗേഷന് വേണ്ടുന്ന ആ ഒരു എമൗണ്ട് ഓഫ് വാട്ടറിൽ കുറവുണ്ടാവും. അതുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെൻറ് ഓഫ് ആന്ധ്രാപ്രദേശ് മിനിസ്ട്രി ഓഫ് ജൽശക്തിയിലേക്ക് ഒരു ലെറ്റർ അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ സ്റ്റേറ്റുകൾക്കിടയിലുള്ള വാട്ടർ ഡിസ്പ്യൂട്ടാണ് ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 262 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഈ ഒരു ആർട്ടിക്കിളിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഡിസ്പ്യൂട്ട് മെക്കാനിസത്തിലെ വിധി പറയാനുള്ള എന്താണ് ആ ഒരു നിയമങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാട്ടറിൻ്റെ യൂസേജ്, ഡിസ്ട്രിബ്യൂഷൻസ്, ഒപ്പം തന്നെ ഇൻ്റർസ്റ്റേറ്റ് റിവറിൻ്റെ കൺട്രോളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കാനുള്ള അധികാരം പാർലമെൻറ്റിനാണെന്നാണ് ആർട്ടിക്കിൾ 262 പറയുന്നത്. സോ ഈ ഒരു ആർട്ടിക്കിളിൽ എടുത്തു പറയുന്നുണ്ട് എന്താണ്, ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കേസിൻ്റെ വിധി പറയുന്നത് പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ബോഡി ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സുപ്രീം കോർട്ടിനോ അല്ലെങ്കിൽ ഏത് കോർട്ടിനാണെങ്കിലും, അതായത് ഹൈക്കോർട്ടാണെങ്കിലും ഏത് സ്പെഷ്യൽ കോർട്ടിനാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധി പറയാനുള്ള അധികാരമില്ല എന്ന് ഈ ആർട്ടിക്കിൾ ഉറപ്പുവരുത്തുന്നു. ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ടിൽ പാർലമെൻറ്റിനാണ് അധികാരം. സുപ്രീം കോർട്ടിനോ മറ്റ് കോർട്സിനോ ഒന്നും തന്നെ ഒരു ജൂറിസ്ഡിക്ഷനും ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്പ്യൂട്ട് മെക്കാനിസത്തിന് വേണ്ടി ഒരു ലീഗൽ ഫ്രെയിംവർക്ക് വേണ്ടേ? രണ്ട് ലീഗൽ ഫ്രെയിംവർക്കാണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവർ ബോർഡ് ആക്ട് 1956. സോ ഈ ഒരു ആക്ടിൽ പറയുന്നത് എല്ലാ സ്റ്റേറ്റിലും റിവർ ബോർഡുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു റിവർ ബോർഡ് ഉണ്ടാകുമ്പം സ്റ്റേറ്റുകൾക്കിടയിലുള്ള ഇന്റർ സ്റ്റേറ്റ് വാട്ടർ റിവേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് റിവർ ബോർഡ് ആക്ട് 1956 മെയിൻ പ്രൊവിഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ലീഗൽ ഫ്രെയിംവർക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് ആക്ട് 1956. സോ സ്റ്റേറ്റുകൾക്കിടയിലുള്ള ഈ ഒരു വാട്ടർ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ട്രൈബ്യൂണൽ ഈ ഒരു ആക്ട് പ്രകാരം സെറ്റപ്പ് ചെയ്യും. ഈ 1956 ആക്ടിൽ കുറേ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണ് 2019 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തത്, ഈ ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് അമെൻഡ് ചെയ്തത്. സോ ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് അമെൻമെൻറ്റ് ആക്ട് 2019 ആണ് ഇപ്പം നിലവിലുള്ള നിയമം എന്ന് പറയുന്നത്. മുമ്പത്തെ അമെൻമെൻറ്റിന് മുമ്പുള്ള ആക്ടുകൾ അല്ലെങ്കിൽ പ്രൊവിഷൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായെന്ന് വിചാരിക്കുക, രണ്ട് സ്റ്റേറ്റുകൾക്കിടയിൽ വാട്ടർ ഡിസ്പ്യൂട്ട് വന്നു. അപ്പോൾ ഈ സ്റ്റേറ്റുകൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്യണം, എന്നിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെൻട്രൽ ഗവൺമെൻറ് ആ ഒരു പർട്ടിക്കുലർ വാട്ടർ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടിട്ട് ട്രൈബ്യൂണൽ സെറ്റപ്പ് ചെയ്യും. സോ ഈ ഒരു വാട്ടർ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രത്യേക ട്രൈബ്യൂണലായിരിക്കും ഈ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടുള്ള വിധി പറയുന്നത്. ഇവിടെ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേറ്റുകൾക്കിടയിൽ ഒരു മീഡിയേഷൻ നടക്കുന്നില്ല. അതായത് സ്റ്റേറ്റുകൾക്കിടയിലുള്ള ചെറിയ ചെറിയ ഡിസ്പ്യൂട്ടുകൾ അവർക്കിടയിൽ ചർച്ച ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിൽ വന്നിട്ട് സൈൻ ചെയ്യാനുള്ള പ്രൊവിഷൻസോ അങ്ങനെ മീഡിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇല്ല. ഒരു ട്രൈബ്യൂണൽ സെറ്റപ്പ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് വിധി പറയുന്നു. ഇങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് പോകുന്നത്. സോ സ്റ്റേറ്റുകൾക്കിടയിൽ ഒരു മീഡിയേഷൻ വരുന്നില്ല. 2019 അമെൻമെൻറ്റ് ആക്ട് ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ കമ്മിറ്റി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കമ്മിറ്റിയോട് പറഞ്ഞിട്ടുണ്ട് വിത്തിൻ 1 ഇയറിനുള്ളിൽ എന്ത് ചെയ്യണം, സ്റ്റേറ്റുകൾക്കിടയിൽ ഒരു മീഡിയേഷൻ നടത്തിയിട്ട് അത് റിസോൾവ് ചെയ്യാൻ ശ്രമിക്കണം. ഇനി 1 ഇയറിനുള്ളിൽ അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ കമ്മിറ്റിക്ക് എക്സ്റ്റൻഷൻ ആയിട്ട് ഒരു 6 മാസവും കൂടി കൊടുത്തിട്ടുണ്ട്. സോ 1 ഇയർ 6 മന്ത്സിനുള്ളിൽ എന്ത് ചെയ്യണം, ഇതുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റേറ്റുകൾക്കിടയിൽ മീഡിയേഷൻ നടത്തിയിട്ട് ഈ കമ്മിറ്റി അത് റിസോൾവ് ചെയ്യാൻ ശ്രമിക്കണം. ഇനി ഈ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ കമ്മിറ്റിക്ക് ഇത് റിസോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യും, ട്രൈബ്യൂണൽ സെറ്റപ്പ് ചെയ്യും. ഇതാണ് 2019 അമെൻമെൻറ്റ് ആക്ടിൽ കൊണ്ടുവന്നിട്ടുള്ള മെയിൻ പ്രൊവിഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞില്ലേ 1956 ആക്ട് പ്രകാരം എന്താണ് ട്രൈബ്യൂണൽ സെറ്റപ്പ് ചെയ്യുന്നു പറഞ്ഞ്. ഈ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ളതല്ലേ, അഡ്ഹോക് ട്രൈബ്യൂണൽ ആണ്. കാരണം എന്താ ഒരു ഡിസ്പ്യൂട്ട് വരുമ്പോൾ മാത്രമാണ് ഈ ഒരു ട്രൈബ്യൂണൽ സെറ്റപ്പ് ചെയ്യുന്നത്. അതും സെൻട്രൽ ഗവൺമെന്റ് ആണ് സെറ്റപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ട്രൈബ്യൂണൽസ് ആണ് അല്ലേ. സോ 2019 അമെൻമെന്റ് ആക്ടിൽ ഒരു പെർമനന്റ് വാട്ടർ ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മൾട്ടിപ്പിൾ ബെഞ്ചസ് ഉണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിസ്പ്യൂട്ട് ഈ ബെഞ്ചുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ ഏർലിയർ ആക്ടിൽ ഒരുപാട് ഡിലേ വരാറുണ്ട്. കാരണം സെൻട്രൽ ഗവൺമെന്റ് റിക്വസ്റ്റ് കൊടുക്കണം, പിന്നീട് സെൻട്രൽ ഗവൺമെന്റ് ട്രൈബ്യൂണൽ സെറ്റപ്പ് ചെയ്യണം, പിന്നീട് ട്രൈബ്യൂണൽ കൊണ്ടുവരുന്ന ആ ഒരു വിധി പിന്നീട് ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവരണം. ഇതെല്ലാം നടക്കുമ്പോഴേക്കും ഒരു 5 വർഷമൊക്കെ കഴിയും. എന്നാൽ പുതിയ ആക്ടിലാണെങ്കിൽ ആദ്യം സ്റ്റേറ്റുകൾക്കിടയിൽ റിസോൾവ് ചെയ്യാനുള്ള കമ്മിറ്റി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് വിത്തിൻ 1 ഇയർ, മാക്സിമം എക്സ്റ്റൻഷൻ ഒരു 6 മന്തും കൂടി കൊടുത്തിട്ട് റിസോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ കമ്മിറ്റിക്ക് റിസോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നീടാണ് സെൻട്രൽ ഗവൺമെന്റ് ട്രൈബ്യൂണൽ സെറ്റപ്പ് ചെയ്യുന്നത്. ട്രൈബ്യൂണലിന്റെ കയ്യിലേക്ക് ഈ ഒരു കേസ് വരികയാണെങ്കിൽ വിത്തിൻ 2 ഇയറിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇനി ആ ഒരു 2 ഇയറിനുള്ളിൽ പറ്റിയില്ലെങ്കിൽ ഒരു വർഷം കൂടി എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. സോ മാക്സിമം സ്പീഡിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വാട്ടർ ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യാനുള്ള മെക്കാനിസം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുതിയ അമെൻമെന്റ് ആക്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഹെൽത്ത് റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ് അൺജസ്റ്റ് ഗ്രീൻ. ഇപ്പം എല്ലാ ഏരിയയിലും എക്കണോമി റീ ഓപ്പൺ ചെയ്യുകയാണല്ലേ, ഒരുപാട് സെക്ടേഴ്സ് റീ ഓപ്പൺ ചെയ്യുകയാണ്. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ട്രാവലിങ്ങിനും ഒരു സെറ്റപ്പ് കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ കൊറോണ വൈറസിൽ നിന്ന് എക്കണോമിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പുതിയ മെക്കാനിസമാണ് വാക്സിൻ പാസ്പോർട്ട് എന്ന് പറയുന്നത്. വാക്സിൻ പാസ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. സോ ഈ ഒരു കൊറോണ വൈറസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്സിനേഷൻ ടെസ്റ്റിൻ്റെ സ്റ്റാറ്റസ് അത് സ്റ്റോർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് വാക്സിൻ പാസ്പോർട്ട് എന്ന് പറയുന്നത്. ഇതൊരു സ്മാർട്ട് ഫോൺ ആപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലായിരിക്കും റെക്കോർഡഡ് ആവുന്നത്. സിംപ്ലി ഈ ഒരു വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റെക്കോർഡ്സും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനെയാണ് വാക്സിനേഷൻ പാസ്പോർട്ട് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ട്രാവൽ ചെയ്യുമ്പം എക്രോസ് ബോർഡേഴ്സ് ആണെങ്കിൽ സെക്യൂരിറ്റി ചെക്ക് പോയിന്റ്സിൽ ഇതിലെ കണ്ടൻസ് ഒക്കെ ചെക്ക് ചെയ്യും. സോ ഈ ഒരു വാക്സിനേഷൻ പാസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂഫ് ഓഫ് വാക്സിനേഷൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള ഐഡിയ വന്നത് പാൻഡമിക്കിന് മുമ്പേ ഇത്തരത്തിലുള്ള ഐഡിയാസ് വന്നിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി 2021 ഇസ്രായേലിനാണ് ആദ്യമായിട്ട് ഈ ഒരു സർട്ടിഫിക്കേഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇസ്രായേലിനുള്ളിൽ തന്നെ ജിമ്മിൽ പോകാനാണെങ്കിലും വർക്ക് പ്ലേസിൽ പോകാനാണെങ്കിലും ഹോട്ടൽസ് ആണെങ്കിലും അങ്ങനെയുള്ള റീജിയൻസ് ഒക്കെ ആക്സസ് ചെയ്യാനായിട്ട് ഈ ഒരു സർട്ടിഫിക്കേഷൻ സിസ്റ്റം യൂസ് ചെയ്തിരുന്നു. വിത്തിൻ കൺട്രിയിലുള്ളിലായിരുന്നു ഇത് യൂസ് ചെയ്തിരുന്നത്. നമുക്കറിയാം ഈ ഒരു കൊറോണ വൈറസിന്റെ ഔട്ട് ബ്രേക്ക് ഉണ്ടായതോടുകൂടി ഇന്റർനാഷണൽ എയർ ട്രാവലിന് ഒത്തിരി സഫറിങ് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ടൂറിസം ആണെങ്കിലും ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീസ് ആണെങ്കിലും സഫർ ചെയ്തു. സോ ഇതിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്തു, എക്കണോമിയെ റീ ഓപ്പൺ ചെയ്യാണ്. സോ കൺസേൺ ആയിട്ട് വരുന്നത് ഈ കൊറോണ വൈറസ് തന്നെയല്ലേ, അതിൻ്റെ സ്പ്രെഡ് അല്ലേ. സോ ആ ഒരു ട്രാവലിംഗ് സ്മൂത്ത് ആക്കാനും ആ ഒരു എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയാണ് ഈ സർട്ടിഫിക്കേഷൻ സിസ്റ്റം എന്ത് ചെയ്തത്, ഇന്റർനാഷണൽ എയർ ട്രാവലിലും യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ തായ്ലൻഡ് ഒക്കെ നോക്കുവാണെങ്കിൽ പോപ്പുലർ ടൂറിസം ഡെസ്റ്റിനേഷൻ ആണ് അല്ലേ. അവിടെ തായ്ലൻഡും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള സർട്ടിഫിക്കേഷൻ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ചൈനയിലാണെങ്കിൽ വൈറസ് പാസ്പോർട്ട് എന്ന് പറയുന്ന മെക്കാനിസം ഉണ്ട്. US യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൺസിഡറേഷനിലാണ്. ഇതിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് നോക്കുമ്പം നമുക്ക് പറയാം, എല്ലാവരും നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ് അല്ലേ. ഇപ്പം വിത്തിൻ കൺട്രിയിൽ മാത്രമല്ല ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്, അക്രോസ് ദി ബോർഡേഴ്സും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ വാക്സിൻ അസിസ്റ്റൻസി കാണിക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ ഒരു ട്രാവലിംഗ് കണ്ടീഷൻസ് വരുമ്പോൾ എന്ത് ചെയ്യും, അവർ വാക്സിനേറ്റഡ് ആവാൻ ശ്രമിക്കും. സോ വാക്സിനേഷനെയും ഒരു പരിധിവരെ ഇത് എൻകറേജ് ചെയ്യുന്നുണ്ട്. എന്നാൽ കൺസേൺസിലേക്ക് വരുമ്പോൾ നമുക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സ്റ്റാൻഡാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം വാക്സിനേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ, പക്ഷേ ഈ ഒരു വാക്സിനേഷൻ അല്ലെങ്കിൽ ആ ഒരു വാക്സിൻ്റെ എഫിഷ്യൻസി നമുക്കിപ്പോഴും അറിയില്ല. അതായത് ഇതിനെ ട്രാൻസ്മിഷൻ എത്രത്തോളം വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഡ്രൈവിന് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. നമുക്ക് ആകെ അറിയാവുന്നത് വാക്സിനേറ്റഡ് ആണെങ്കിൽ സിംറ്റംസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുമല്ലേ.
സോ ഈ ഒരു ഇൻ്റർനാഷണൽ എയർ ട്രാവലിന് എന്താണ് വാക്സിനേഷൻ പ്രൂഫ് എന്ന് പറയുന്നത് ഒരു റിക്വയർമെൻ്റ് ആവുമ്പം വാക്സിനേഷൻ്റെ എഫിഷ്യൻസി ആണെങ്കിലും ട്രാൻസ്മിഷൻ്റെ റിഡക്ഷൻ ആണെങ്കിലും ഇങ്ങനെയുള്ള ഫാക്റ്റുകളെ ഒന്നും തന്നെ കൺസിഡർ ചെയ്യുന്നില്ല. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാക്സിൻ പാസ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു പോളിസി നമുക്കൊരു യൂണിഫോം രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഓരോ രാജ്യത്തുള്ള വാക്സിൻ സപ്ലൈ പോലും എന്തല്ല യൂണിഫോം ആയിട്ടല്ല പോകുന്നത് അല്ലേ. നമുക്ക് റിസോഴ്സസ് ഇല്ല, ഒരുപാട് റിസ്കുകളുണ്ട്, മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യാത്ര ചെയ്യാനുള്ളൊരു വ്യവസ്ഥയായിട്ട് വാക്സിനേഷനെ മാറ്റുമ്പം ഇത് ഗ്ലോബലി ഉള്ള വാക്സിൻ സപ്ലൈ എന്താണ് തടസ്സപ്പെടുത്തുന്നത്. എങ്ങനെ തടസ്സപ്പെടുത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്സിനേഷൻ കൊണ്ടുള്ള ഉദ്ദേശ്യം എന്താണ്? ഇൻഡിവിജ്വൽ സൊസൈറ്റിയുടെ ഓവറോൾ ഹെൽത്ത്. നമുക്ക് ഹെൽത്ത് എന്ന് പറയാം. ഹെൽത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് മെയിൻ അജണ്ട എന്ന് പറയുന്നത്. പക്ഷേ ഈ കൺസെപ്റ്റിനെ മാറ്റിയിട്ട് ട്രാവൽ ചെയ്യാനുള്ളൊരു പ്രിഫറൻഷ്യൽ കൺസെപ്റ്റാക്കി വാക്സിനേഷനെ മാറ്റി. കാരണം ഇവിടെ ഓവറോൾ ഹെൽത്ത് എന്ന് പറയുന്നത് കോംപ്രമൈസ് ആവുകയാണ്. കാരണം നമുക്ക് വാക്സിൻ്റെ എഫിഷ്യൻസി എത്രയെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഇതിന് എത്ര ട്രാൻസ്മിഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് നമുക്ക് ഉറപ്പില്ല. ഇത്തരത്തിലുള്ള അൺനോൺ ആയിട്ടുള്ള ഫാക്ട്സ് നിലനിൽക്കുമ്പോഴാണ് ഇതെന്ത് ചെയ്യുന്നത് ഒരു പ്രിഫറൻഷ്യൽ ആയിട്ടുള്ള കൺസെപ്റ്റായിട്ട് ട്രാവലിങ്ങിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയാം. നമുക്കറിയാം ഇത് സർട്ടിഫിക്കറ്റ് ആണില്ലേ. സോ ഒരുപാട് സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പിനെ എന്ത് ചെയ്യും, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന ആ ഒരു ഇഷ്യൂ ഉണ്ടാവും. വാക്സിൻ പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു നോംസ് ആയിട്ട് മാറുമ്പം ലോവർ ഇൻകം ഉള്ള രാജ്യങ്ങൾക്കായിരിക്കും ഈ ഒരു അഡ്വാൻറ്റേജ് കിട്ടാതെ വരുന്നത്. റിച്ച് കൺട്രീസിൽ നോക്കുമ്പോൾ എന്താണ്, അവരുടെ ഹാഫ് ഓഫ് ദി പോപ്പുലേഷനും വാക്സിനേറ്റഡ് ആണെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരു തേർഡ് വേവിനെ അവർക്ക് നേരിടാൻ വേണ്ടിയുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള റിസോഴ്സസ് അവർ സ്റ്റോക്ക് ചെയ്തും വെച്ചിട്ടുണ്ട്. എന്നാൽ പുവർ നേഷൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ എന്താണ്, ഒരുപാട് മാസങ്ങളോളം വെയിറ്റ് ചെയ്തിട്ടായിരിക്കും അവർക്ക് ആ ഒരു വാക്സിൻ സപ്ലൈ തന്നെ കിട്ടുന്നത്. സോ ഇത്തരത്തിലുള്ള ലോ ഇൻകം കൺട്രീസിലുള്ള യങ്സ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ എന്താണ് എപ്പോഴും ഏജ് ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലോവർ ഇൻകം ആയിട്ടുള്ള നേഷൻസിൽ വാക്സിനേഷൻ ഡ്രൈവ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയെ നോക്കുകയാണെങ്കിൽ തന്നെ ആദ്യം ഓൾഡർ ആയിട്ടുള്ള ആൾക്കാർക്കാണ് വാക്സിനേഷൻ ഡ്രൈവ് പോകുന്നത്. അപ്പോൾ ഈ ഒരു യങ്സ്റ്റേഴ്സ് വരുമ്പോൾ എന്താണ്, അവർ വാക്സിനേഷൻ്റെ ലാസ്റ്റ് ലൈനിൽ നിൽക്കുന്നവരാണില്ലേ. പക്ഷേ ജോലിയുടെ കാര്യങ്ങൾക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണലി ട്രാവൽ ചെയ്യുന്നത് ഈ ഒരു യങ്സ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു യങ്സ്റ്റേഴ്സിനെ എക്സ്ക്ലൂഡ് ചെയ്യാൻ ഇത്തരത്തിലുള്ള പോളിസീസ് ഇടയാക്കും. ഒപ്പം തന്നെ പ്രൈവസി കൺസേൺസ് ഉണ്ട്. കാരണം ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് അല്ലേ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സർട്ടിഫിക്കറ്റ് എന്താണ്, ഈ ഒരു ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് സർവീസ് പ്രൊവൈഡറിനും എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റുമില്ലേ. ഇതുവഴി നമ്മുടെ ട്രാവലിംഗ് അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ട്രാക്കിനെ വരെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടും. ഒപ്പം തന്നെ എത്തിക്കലി കുറേ ഇഷ്യൂസ് ഉണ്ട്. അതായത് ബിസിനസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ത് ചെയ്യുകയാണ്, ഒരു പേഴ്സണിൻ്റെ ഹെൽത്ത് ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യുകയാണല്ലേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വയലേഷൻ ഓഫ് പ്രിവസി അല്ലേ. ഒപ്പം തന്നെ നമുക്കറിയാം വാക്സിൻ ഡിവൈഡ് ഉണ്ട്, ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിവിഷനിലേക്ക് വരുന്ന മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എല്ലാം തന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞതാണ്, സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഫോൾസ് ആയിട്ടുള്ളൊരു സെൻസാണ് ഉള്ളത്. കാരണം വാക്സിനേറ്റഡ് ആണെങ്കിൽ എത്രത്തോളം ട്രാൻസ്മിഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അൺക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫോൾസ് സെൻസിലാണ് നമ്മളിത് ഡീൽ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ ഒരു പ്രോസസ്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം എന്താണ്, ഓരോ രാജ്യത്തും ഓരോ മ്യൂട്ടേഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാക്സിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, ഈ ഒരു റിസ്ക് നിൽക്കുമ്പം ഈ ഒരു ഇൻ്റർനാഷണൽ എയർ ട്രാവലിങ്ങിൽ ഇത്തരത്തിലുള്ള പോളിസി കൊണ്ടുവന്നിട്ട് സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഈ റിസ്ക് കൂടുകയുള്ളൂ. ഇനി ഇന്ത്യയുടെ സ്റ്റാൻഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ഫസ്റ്റ് വാക്സിൻ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഫൈനൽ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ സെക്കൻഡ് ഡോസ് തന്നെ എടുക്കണം. പിന്നീട് ഓരോ സ്റ്റേറ്റുകളും എന്താണ്, വിത്തിൻ ഇന്ത്യയിൽ നമ്മൾ ട്രാവൽ ചെയ്യണമെങ്കിൽ RT-PCR ടെസ്റ്റിൻ്റെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്ന് മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു വാക്സിൻ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഇതുവരെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇത്തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി പാസ്പോർട്ട് നമുക്ക് എന്താണ്, നമ്മുടെ പഴയ നോർമൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സ്ട്രാറ്റജി എന്താണ്, വേൾഡിലെ തന്നെ പല രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലൈൻസ് ഓഫ് വെൽത്തിൻ്റെ പേരിലാണെങ്കിലും, വാക്സിൻ ആക്സസിൻ്റെ പേരിലാണെങ്കിലും, ഡിജിറ്റൽ ഡിവൈഡിൻ്റെ പേരിലാണെങ്കിലും, ലോജിസ്റ്റിക്കിൻ്റെ ആ ഒരു ഇഷ്യൂസായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും വേൾഡിലെ എന്താണ് പല കമ്മ്യൂണിറ്റീസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയും കൂടിയാണ്.
നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഗവർണൻസ് റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ് നെറ്റ് ലോസ്. സോ കോണ്ടെക്സ്റ്റ് UDISC റിപ്പോർട്ടിനെ പറ്റിയാണ് ഈ ആർട്ടിക്കിളിൽ മെയിനായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. UDISC എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ. ഇത് 2012-13 കാലഘട്ടത്തിലായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തിരുന്നത്. ഇതിൻ്റെ അപ്ഡേറ്റഡ് വേർഷനാണ് 2018-19 ലോഞ്ച് ചെയ്തിട്ടുള്ള UDISC+ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ എഡ്യൂക്കേഷനിലുള്ള ഇൻഫോർമേഷൻ സിസ്റ്റത്തിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഈ ഒരു പ്രോഗ്രാം ഏകദേശം 1.5 മില്യൺ സ്കൂൾസിനെയും 8.5 മില്യൺ ടീച്ചേഴ്സിനെയും 250 മില്യൺ കുട്ടികളെയും കവർ ചെയ്യുന്നുണ്ട്. സോ ഇത് എന്താണ്? എഡ്യൂക്കേഷൻ പാരാമീറ്റേഴ്സ് ക്ലാസ് 1 to 12 വരെയുള്ള എല്ലാ പാരാമീറ്റേഴ്സിനെയും ഇൻക്ലൂഡിങ് പ്രൈവറ്റ് സ്കൂൾസിനെ മെഷർ ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു ഡേറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാനിങ് ആണെങ്കിലും ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ആർട്ടിക്കിളിൽ മെയിനായിട്ട് ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഡേറ്റാസ് ആണ് പറയുന്നത്. അതൊന്ന് വായിച്ചു നോക്കുക. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓൺലൈൻ എഡ്യൂക്കേഷനിലുള്ള സോഷ്യൽ ഇനിക്വാളിറ്റീസിനെ പറ്റിയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞു. കാരണം ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ആണ് കൂടുതലും വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോംസ് വരുമ്പോൾ കൂടുതലും ബെനിഫിറ്റഡ് ആവുന്നത് അപ്പർ ക്ലാസ്സിലുള്ള കുട്ടികളും മിഡിൽ ക്ലാസ്സിലുള്ള കുട്ടികളുമായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആയി പോകുന്നത് PPL ഫാമിലീസും ലോ ഇൻകം ഉള്ള മിഡിൽ ക്ലാസ് ഫാമിലീസ് ആയിരിക്കും. സോ ഇങ്ങനെ ഈ ഒരു ഇൻകം ബേസ്ഡ് ആയിട്ട് തന്നെ സോഷ്യൽ ഇനിക്വാളിറ്റീസ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഒരു മാർക്കറ്റിംഗ് ആയിട്ട് മാറിയേക്കുവാണ്. ഒരുപാട് കോർപ്പറേറ്റ്സുകൾ എൻട്രി ചെയ്തിട്ടുണ്ട്, ടെക്നോളജി ഫേംസ് വന്നിട്ടുണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു ലേണിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് ഒരുപാട് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. സിംപ്ലി എഡ്യൂക്കേഷൻ എന്താണ് ഒരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആയിട്ട് മാറി. സോ ഇത് എക്സ്ക്ലൂഡ് ചെയ്യുന്നത് എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ മാത്രമല്ല, സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് നടത്തുന്ന ആൾക്കാരാണെങ്കിലും ട്യൂട്ടേഴ്സ് ആണെങ്കിൽ തന്നെയും ഇവരെയും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? എക്സ്ക്ലൂഡ് ചെയ്യുന്നത്. തേർഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് ആണ്. കാരണം ഈ റിസോഴ്സസിൻ്റെ അഭാവമുണ്ട്. അതായത് കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ്, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, ഇത്തരത്തിലുള്ള റിസോഴ്സസ് എല്ലാവരുടെ കയ്യിലുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു റിസോഴ്സസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട്. നെക്സ്റ്റ് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ലേണിംഗ് വരുമ്പം, അതായത് ഇപ്പോൾ പ്രൊഫഷണൽ സ്റ്റുഡൻസ് വരുമ്പം, എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ BTech സ്റ്റുഡൻസ് അവരെങ്ങനെയാണ് ലാബും കാര്യങ്ങളും പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യുന്നത്? ഓൺലൈൻ ക്ലാസ്സിൽ ഇതൊന്നും പോസിബിൾ അല്ല. ഇത് മറ്റൊരു ചലഞ്ചാണ്. ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു ട്രഡീഷണൽ ക്ലാസ് റൂം എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ വന്നിട്ടുള്ളത്. ഈ ട്രഡീഷണൽ ക്ലാസ് റൂം അല്ലെങ്കിൽ കോളേജ്, സ്കൂൾസ് എന്നൊക്കെ പറയുന്നത് സോഷ്യൽ സ്പേസ് ആണല്ലേ. കുട്ടികൾക്കിടയിൽ ഒരു സോഷ്യൽ സ്കിൽസ് കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ക്ലാസ് റൂമിനെ പറ്റുള്ളൂ. ഇതാണ് മറ്റൊരു ചലഞ്ച് എന്ന് പറയുന്നത്. ഇതൊക്കെ സൊല്യൂഷൻസ് ആണ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുക. നമുക്കറിയാം യൂണിവേഴ്സൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഫണ്ടമെൻ്റൽ ഗോളാണല്ലേ. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ആക്സസ് ടു ടെക്നോളജി എന്ന് പറയുന്ന കൺസെപ്റ്റ് പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഒപ്പം തന്നെ ഒരുപാട് പ്രൈവറ്റ് പ്ലേയേഴ്സും ഈ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷനിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിലൊരു മാർക്കറ്റിംഗ് കൊണ്ടുവരാതെ എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പ്രൈവറ്റ് പ്ലേയേഴ്സും എന്ത് ചെയ്യണം? ഈ റിസോഴ്സസ് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ഈ റൈറ്റിലെ ഡെഫിനിഷനിൽ എന്താണ്? പ്രൊമോഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റും കൂടി കൊണ്ടുവരണം. അതായത് ഈ ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷനിൽ എത്രത്തോളം കണക്ടിവിറ്റി, ഒപ്പം തന്നെ ഈ ഒരു കണക്ടിവിറ്റി കൊണ്ട് മാത്രമേ നമുക്ക് നോളജ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അഡ്രസ്സ് ചെയ്യണം. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിക്കുലത്തിൽ എന്ത് ചെയ്യണം? സയൻറ്റിഫിക് ലിറ്ററസി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഡീപ്പായിട്ട് റിഫ്ലക്റ്റ് ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് മിസ് ഇൻഫോർമേഷൻ ആണ്. മിസ് ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റിയെ മനസ്സിലാക്കാനുള്ള എബിലിറ്റി കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. കാരണം എന്താണ്? ട്രഡീഷണൽ ക്ലാസ് റൂമും കോളേജും ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു സോഷ്യൽ സ്പേസ് ഇല്ല, അല്ലെങ്കിൽ സോഷ്യൽ സ്കിൽസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കുമ്പം മിസ് ഇൻഫോർമേഷൻ ആക്ടിവിറ്റീസിൽ കവേർഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ സയൻറ്റിഫിക് ലിറ്ററസി വേണം. അതും കൂടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻഷുർ ചെയ്യണം.
നെക്സ്റ്റ് ആർട്ടിക്കിൾ GS paper 2 ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. ഇൻ സെന്റിനറി ബാക്ക്ഡ്രോപ്പ് ദിസ് ഇസ് നോ ഹാൻഡ് ഓഫ് പീസ്. ഈ ആർട്ടിക്കിളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. റീസെൻ്റ്ലി ജൂലൈ 1 നമ്മൾ ചൈനയുടെ പൊളിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇതിൽ ചൈനയിലെ ഒരുപാട് ഇൻറ്റേർണൽ ഇഷ്യൂസിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഹോങ്കോങ് ക്രൈസിസ് ആണെങ്കിലും തായ്വാൻ ക്രൈസിസ് ആണെങ്കിലും ഉയ്ഗൂർ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ക്രൈസിസ് ആണെങ്കിലും കോഡ് ഗ്രൂപ്പിംഗ് ആണെങ്കിൽ തന്നെയും എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്എൻഗേജ്മെൻറ്റ് മെത്തേഡ്സ് ആണെങ്കിലും എല്ലാം തന്നെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ ആർട്ടിക്കിൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്നൊരു ആർട്ടിക്കിളാണ്. പക്ഷേ ഇതിലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രൊവോക്കേഷനും ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ചൈനയ്ക്ക് നേരിടേണ്ടി വരുന്നില്ല. ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ എന്തിനാണ് ചൈന ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുന്നത്? ഇതിനൊരു ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റീസൺ ആർക്കും അറിയത്തില്ല. നമുക്കറിയാം ചൈനയുടെ ആ ഒരു എക്കണോമി ആണെങ്കിലും അവിടുത്തെ ഇൻറ്റേർണൽ പോളിസി ആണെങ്കിലും ഒട്ടും തന്നെ ട്രാൻസ്പെറൻ്റ് അല്ല. അവർ പ്രോപ്പറായിട്ട് ഡേറ്റാസ് പോലും എന്ത് ചെയ്യത്തില്ല, ഇൻ്റർനാഷണലി അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ ഇടാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ആൻസർ പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ 5G ടെക്നോളജിയിലേക്ക് പോകുന്നത് കൊണ്ടാണോ, നമ്മുടെ FDI പോളിസി കൊണ്ടാണോ, കോഡ് ഗ്രൂപ്പിംഗ് ആണോ, അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഈ ഒരു കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണോ, ആർട്ടിക്കിൾ 370 ആണോ, നേപ്പാളിലേക്കുള്ള പുതിയ റോഡ് കൺസ്ട്രക്ഷൻ ആണോ, അല്ലെങ്കിൽ നമ്മുടെ മിലിറ്ററി പൊസിഷൻ ആണോ, ചൈനയുടെ ആ ഒരു ആക്ഷൻസിനുള്ള മെയിൻ റീസൺ നമുക്കറിയില്ല. സോ നമ്മൾ എന്താ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ചൈനയെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. സോ ഇപ്പം നമ്മൾ കാണുന്ന എന്താണ്, ഹിമാലയൻ ഫ്രോണ്ടിയേഴ്സിലുള്ള എല്ലാ പ്ലേസസിലും ചൈന എന്ത് ചെയ്യുന്നുണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു റീജിയണൽ കോൺഫ്ലിക്റ്റ് നിന്ന് ചൈനയെ നമുക്ക് ഒരിക്കലും പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് ഫാക്റ്റാണ്. സോ ചൈന അഗ്രസീവായിട്ട് ചെയ്യുമ്പം ഇന്ത്യയും അഗ്രസീവായിട്ട് തന്നെ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ട്രൂപ്സിൻ്റെ പൊസിഷൻ തന്നെയാണ്. നമ്മളൊരു ഫേവറബിൾ പൊസിഷനിലാണ് നിൽക്കുന്നത്. എസ്പെഷ്യലി പല റീജിയൻസിലെ മൗണ്ടെയിൻ റീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. സോ ഈ ഒരു ഗെയിമിൽ വളരെ ഈസി ആയിട്ട് ചൈനയ്ക്ക് വിൻ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു തിരിച്ചറിവാണ് ഇന്ത്യക്ക് ആദ്യം വേണ്ടുന്നത്. എന്നാൽ ഡിപ്ലോമാറ്റ്സ് ആണെങ്കിലും എക്കണോമിസ്റ്റ് ആണെങ്കിലും ഒരുപാട് പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും നെഗോസിയേഷനാണ് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ ഒരു നെഗോസിയേഷൻ കൊണ്ട് ഒരു സൊല്യൂഷനും ഉണ്ടാകത്തില്ല. നമുക്കറിയാം ഡിസ്എൻഗേജ്മെൻറ്റ് പോളിസിയുടെ ആ ഒരു റിസൾട്ട്. എത്രത്തോളം ഡിസ്എൻഗേജ്മെൻറ്റ് പോളിസി നടത്തിയാലും ചൈന എന്ത് ചെയ്യും, അത് വയലേറ്റ് ചെയ്യും. സോ ഇത്തരത്തിലുള്ളൊരു ക്രൂഷ്യൽ ടൈമിൽ, ഈ ഒരു പാൻഡമിക് ടൈമിൽ നമുക്ക് ഇത്തരത്തിലുള്ള ടെൻഷൻസ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓൾറെഡി തന്നെ ഫോക്കസ് ചെയ്യേണ്ട പാൻഡമിക് ക്രൈസിസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഒരു മിലിറ്ററി കോൺഫ്ലിക്റ്റിലേക്ക് ഡിസ്ട്രാക്റ്റഡ് ആവാൻ പാടില്ല. ഓർക്കേണ്ട കാര്യം, നമ്മുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു നെയ്ബറാണ് ചൈന എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക് പാർട്ട്ണറും കൂടിയാണ്. ചൈനയുടെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ പതുക്കെ ചൈന ക്ലെയിം ചെയ്ത റീജിയൻസിലേക്ക് നുഴഞ്ഞു കയറും. എന്നിട്ട് എന്ത് ചെയ്യും, പതുക്കെ പുതിയ പൊസിഷൻ ഫോർവേഡ് ചെയ്യും, അല്ലേ? ഇത് ഇന്ത്യൻ ട്രൂപ്സ് നല്ല രീതിയിൽ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫീൽഡ് ലെവലിലുള്ള മെക്കാനിസത്തിൽ റിസോൾവ് ചെയ്യാൻ എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കഴിയുന്നില്ല. ഓർക്കേണ്ട കാര്യം, നമ്മൾ എത്രയൊക്കെ ഡിഫീറ്റ് ചെയ്താലും ചൈനയുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ്. അവരെ ഒന്നും തന്നെ ഡിസ്കറേജ് ചെയ്യത്തില്ല. അവർ വീണ്ടും എന്ത് ചെയ്യും, ഇത് വയലേറ്റ് ചെയ്യും. ഈ ഒരു പൊസിഷൻ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. സോ എന്താണ് ബെറ്റർ അപ്രോച്ച് എന്ന് പറയുന്നത്? നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഹിമാലയൻ റീജിയനിലുള്ള കോൺഫ്ലിക്റ്റിനെ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്തിട്ട് സൗത്ത് ചൈന സീയിലെയും ഇന്ത്യൻ ഓഷനിലെയും ആ ഒരു കോൺഫ്ലിക്റ്റിനെ എന്ത് ചെയ്യണം, പൊക്കിക്കൊണ്ട് വരണം. ഈസ്റ്റ് ഏഷ്യയിൽ നല്ലൊരു മാരിടൈം ബാലൻസ് കൊണ്ടുവരാൻ ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യക്ക് അത്രത്തോളം ഇൻഫ്ലുവൻസ് ഈ റീജിയൻസിലുണ്ട്. ചൈന ഈ റീജിയൻസിലെല്ലാം തന്നെ ഫേസ് ചെയ്യുന്ന ഒരുപാട് കോമ്പിനേഷൻ ഓഫ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. US നിന്നാണെങ്കിലും, US ആകുമ്പോൾ നമുക്കറിയാം കോൾഡ് വാർ ഉണ്ട്, അല്ലേ? വിയറ്റ്നാം ആണെങ്കിലും, ഓസ്ട്രേലിയ ആണെങ്കിലും, ഇന്തോനേഷ്യ ആണെങ്കിലും, ഫിലിപ്പൈൻസ് ആണെങ്കിലും, മലേഷ്യ ആണെങ്കിലും ഇവർക്കിടയിലെല്ലാം തന്നെ ചൈനയ്ക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഈ രാജ്യങ്ങളുമായിട്ടെല്ലാം തന്നെ ഇന്ത്യ നല്ലൊരു റിലേഷൻഷിപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഇന്ത്യക്ക് ഇവിടെ ഒരു മാരിടൈം ബാലൻസ് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ചൈനയെ നല്ല രീതിയിൽ പ്രഷറൈസ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിലെല്ലാം തന്നെയുള്ള ടൈ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. അത് നേവൽ ഓപ്പറേഷൻ ആണെങ്കിൽ തന്നെയും ഡിഫൻസ് ഓപ്പറേഷൻ ആണെങ്കിൽ തന്നെയും അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യണം. അത് മലാക്ക സ്ട്രെയിറ്റ് ആണെങ്കിലും ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ ആണെങ്കിലും ഇത്തരത്തിലുള്ള ഡിഫൻസ് ആണെങ്കിലും നേവൽ ഓപ്പറേഷൻസ് ആണെങ്കിലും കൂടുതൽ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കണം.
ഫാക്ട് നമുക്കറിയാം, ഈ ഒരു സൗത്ത് ചൈന സീ ആണെങ്കിലും ഇന്ത്യൻ ഓഷൻ ആണെങ്കിലും നമ്മുടെ ഈ ഒരു ബോർഡറിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. പക്ഷേ ഒത്തിരി ദൂരെയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ മിലിറ്ററി കേപ്പബിലിറ്റി വെച്ചിട്ട് ഈ റീജിയൻസിൽ നമുക്ക് പ്രഷറൈസ് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നമ്മുടെ നേവൽ പവറും യൂസ് ചെയ്യാം. സോ ഇത്തരത്തിലുള്ള റീജിയണൽ ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്സ് കൊണ്ട് മാത്രമേ നമുക്ക് ചൈനയെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ സിംപ്ലി ബോർഡർ കോൺഫ്ലിക്റ്റിനെ എന്ത് ചെയ്യുക, മാരിടൈം കോൺഫ്ലിക്റ്റ് ആയിട്ട് ഡൈവേർട്ട് ചെയ്യുക. ഇത് എത്ര അഗ്രസീവ് ആണെങ്കിലും ചൈനയും നമ്മളോട് അഗ്രസീവ് ആയിട്ടുള്ള നേച്ചേഴ്സ് ആണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ പ്രൊവോക്കേറ്റ് ചെയ്യാതെ തന്നെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കുറച്ചും കൂടി ബോൾഡ് ആവണം. കുറച്ച് റിസ്കിയർ ആണെങ്കിൽ തന്നെയും നമ്മൾ എന്ത് ചെയ്യണം, റിസ്ക് ഏറ്റെടുക്കണം. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 ഇന്റേണൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്. വോയിസസ് എഗെയിൻസ്റ്റ് ടാക്സസ് ബൈ NSCN ഗ്രോ സ്ട്രോങ്ങർ. സോ ഈ ഒരു നോർത്ത് ഈസ്റ്റിലുള്ള ഇൻസർജൻസിയുമായി ബന്ധപ്പെട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മെയ് 24 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് റെഫർ ചെയ്തിട്ട് ഈ ഒരു കുഞ്ഞ് ആർട്ടിക്കിൾ വായിച്ചു നോക്കുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഓൾ ദ ബെസ്റ്റ്.